രാഹുൽ മാങ്കൂട്ടത്തിൽ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണമെന്നാണ് ആവശ്യം. സെഷൻസ് കോടതിയിലാണ് രാഹുൽ പുതിയ ഹർജി നൽകിയത്. അതേസമയം പോലീസിനെ വെട്ടിച്ചു നടക്കുന്ന രാഹുൽ ബംഗളൂരുവിലേക്ക് കടന്നുവെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചു. രാഹുൽ സഞ്ചരിച്ചത് 3 കാറുകളിലാണ് എന്ന വിവരമാണ് ലഭിച്ചത്. വിവരങ്ങൾ നൽകുന്നു ശാലിനി. നമുക്ക് നോക്കാം. ശാലിനി, നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരുവിലേക്കാണ് കടന്നത് എന്ന് പറയുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നാണോ? എന്തായാലും പിടിച്ചില്ല എന്നൊക്കെയാണ് SIT പറയുന്നത്. എന്തായാലും രാഹുൽ ഇപ്പോഴും ഒളിവിലാണ്. രാഖി, ബംഗളൂരുവിലേക്കല്ല, ഹൊസൂറിന് സമീപത്തുള്ള ബാഗല്ലൂരിലേക്കാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാവിലെ ബാഗല്ലൂരിന് സമീപത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം കടന്നു കളഞ്ഞത് കർണാടകയിലാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഈ ഘട്ടത്തിൽ പോലീസ് നൽകുകയും ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 3 ദിവസത്തിലധികമായി തമിഴ്നാട് കർണാടക അതിർത്തിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ എത്തി. അവിടെ റെഡ് പോളോ കാറിലാണ് കോയമ്പത്തൂരിൽ എത്തിയത്. കോയമ്പത്തൂരിൽ നിന്നും മറ്റൊരു കാറിൽ ഹൊസൂരിന് സമീപത്തുള്ള ബാഗല്ലൂരിലേക്ക് എത്തി. ഇന്ന് രാവിലെയോടുകൂടി അന്വേഷണ സംഘം അവിടെ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും ആ വാഹനവുമായി മറ്റൊരു വാഹനത്തിൽ കയറി, ആ വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ കയറി കർണാടകയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെയും കേരളത്തിലെ ക്യൂ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിലുള്ള പരിശോധന തമിഴ്നാട്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് രാഹുലിനായി തെരച്ചിൽ നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് രാഹുൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുള്ളതായി സ്ഥിരീകരിക്കുന്ന 3 വാഹനങ്ങളാണ് ഈ ഒളിവിൽ താമസിക്കുന്ന കാലയളവിൽ രാഹുൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒളിവിൽ കഴിയുന്ന സമയത്തും ഒരു ഹർജി കൂടി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം വഞ്ചൂർ സെഷൻസ് കോടതിയിലാണ് ആ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജിയിലെ ആവശ്യം എന്നുള്ളത് നാളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ പോകുന്നത്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അടച്ചിട്ട റൂമിൽ അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിൽ ഈ ഒരു വാദം നടക്കണം എന്നുള്ളതാണ് രാഹുലിന്റെ ആവശ്യം. മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കുമോ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകാത്ത രീതിയിലുള്ള രഹസ്യമായുള്ള നീക്കമായിരിക്കണം നടത്തേണ്ടത്. രഹസ്യമായിട്ടുള്ള വാദങ്ങളായിരിക്കണം ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ജാമ്യാപേക്ഷയിൽ വേണ്ടത് എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ കോടതിക്ക് മുൻപാകെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഗൂഢാലോചന രാഹുൽ നടത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് രാഹുൽ മാറുകയാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് രാഹുലിന്റെ അപ്പാർട്ട്മെന്റിലെത്തി പോലീസ് പരിശോധന നടത്തിയിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഒരു സംഘമാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയ സംഘത്തിന് അവിടുത്തെ CCTV ക്യാമറകളടക്കം ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൊട്ടു പിന്നാലെ തന്നെ പേഴ്സണൽ സ്റ്റാഫുകളെ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിയത്. അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഇടവേളകളിൽ വാഹനം മാറ്റിക്കൊണ്ട് ഒളിവ് ജീവിതം നയിക്കുകയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. പ്രാദേശിക തലത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിൽ നിന്നുള്ള ഇടപെടൽ സഹായമടക്കം രാഹുലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ക്യൂ ബ്രാഞ്ചും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക സംഘവും ഇപ്പോഴും ബാഗല്ലൂരിന് സമീപം, കോയമ്പത്തൂരിലും ബാഗല്ലൂരിന് സമീപത്തും പരിശോധനകൾ നടത്തുകയാണ്. അദ്ദേഹം സഞ്ചരിച്ച വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു മൊബൈൽ ഫോൺ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനായി രാഹുൽ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നും സ്ഥിരീകരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ വാഹന ഉടമയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ തന്നെ രാഹുൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന സ്ഥലത്തേക്ക് ക്യൂ ബ്രാഞ്ച് സംഘം എത്തുമ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് സഹായികൾ ഇറങ്ങി ഓടിയതായുള്ള സ്ഥിരീകരണം കൂടി ഘട്ടത്തിൽ വരികയാണ്. എന്തായാലും രാഹുലിനായി അന്വേഷണം നടക്കുകയാണ്. നാളെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിവിധ സംസ്ഥാനങ്ങളിലും ഒപ്പം തന്നെ കേരളത്തിലും അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തുന്നത്. എന്തായാലും ശാലിനി, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 6 ദിവസമാകുന്നു. നാളെ ഒരാഴ്ചയാകും. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിക്ക് മുൻപാകെ നാളെ എത്തുകയും ചെയ്യും. എന്തായാലും കോടതിയുടെ തീരുമാനം നാളെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും രാഹുലിന് കൃത്യമായ സഹായങ്ങൾ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് സംബന്ധിച്ചൊന്നും ആരും തന്നെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഇല്ല. ഈ MT രമേശിനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഈ വീരപ്പനൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്. ശരിയാണ്, കാരണം അത്രയും സുപരിചിതനായ മുഖമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സജീവമായതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയൊന്നുമില്ല. എന്നിട്ടും തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് പറയുന്നു, കർണാടകയിലേക്ക് പോയി എന്ന് പറയുന്നു. ഒരു ഒത്തുകളിയൊക്കെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്.
രാഖി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ പ്രാദേശിക നേതൃത്വങ്ങളിൽ നിന്ന്, അത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂർ, കർണാടക, ഹൊസൂറിന് സമീപമുള്ള ബാഗല്ലൂർ അടക്കമുള്ള മേഖലകളിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ സഹായം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്. പലയിടങ്ങളിലും ഒളിവിൽ താമസിക്കാൻ, ഒപ്പം തന്നെ വാഹനങ്ങൾ ഇടവേളകളിൽ കൈമാറാനായി സഹായം എത്തിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ നാളെ ജാമ്യഹർജി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യമാണ്. ജാമ്യഹർജി പരിഗണിച്ചതിന് ശേഷം ഏത് തരത്തിലുള്ള നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് വരും, അത് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ മാത്രം പൊതുമധ്യത്തിൽ ഇറങ്ങുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നത്. ഒപ്പം തന്നെ ജാമ്യം ലഭ്യമായില്ല എങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കാനാണ് രാഹുൽ ഒരുങ്ങുകയും ചെയ്തത്. എന്തായാലും 6 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് എത്തിയിട്ട് പ്രതിയായതിനു ശേഷം വിവിധ ഇടങ്ങളിൽ ഒളിവിൽ താമസിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ കോടതിയിൽ ഹർജികൾ നൽകുന്നു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ഡോക്യുമെന്റുകൾ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സമർപ്പിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും നടത്തുകയാണ് ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറുവശത്ത് അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി ഊർജിതമായ തെരച്ചിൽ നടത്തുകയാണ് അന്വേഷണ സംഘവും.